ഇല്ല, ഫ്രണ്ടിലത്തെ ഈ ലെങ്ത് വേണം. എനിക്ക് ബാക്കിലത്തെ ഈ ഒരു കോർണർ ഏരിയ മാത്രമാണ് കുറയേണ്ടത്. ഡിജോ, എടാ ലാസ്റ്റ് ടൈം ഹെയർ കട്ട് ചെയ്തപ്പോൾ ഇവിടെ വരെ ഷോർട്ട് ആക്കിയെടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഭയങ്കര ബൾക്കായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഈ സൈഡ് മാത്രം ഒന്ന് ഷോർട്ട് ചെയ്ത് ഇത് ഈ സൈഡിലോട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം, വൺ സൈഡ് എടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് മെൻസിന്റെ ഹെയറിൽ ടോപ്പ് കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ആൻഡ് പാർട്ടി. നമുക്കപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിങ് എടുക്കുമ്പോൾ ഫോർഹെഡിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ മാറിയിട്ട് സൈഡിലോട്ട് ബാക്കിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കും. ആദ്യം ഹെയർ 90 ഡിഗ്രി ആംഗിളിലേക്ക് പിടിച്ചിട്ട് എക്സ്ട്രാ എൻഡ്സ് മാത്രം കട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു ഗൈഡ് ലൈൻ എടുത്ത് അടുത്ത സെക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിക്ക് ചെറിയ ചെറിയ സ്മോൾ സെക്ഷൻസ് എടുത്തിട്ട് ടോപ്പ് ആദ്യം കട്ട് ചെയ്യുക. അടുത്ത സൈഡിലും അതുപോലെ തന്നെ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് പോയിട്ട് കറക്റ്റ് നടുക്കിൽ ഒരു 1 ഇഞ്ച് ബോട്ട് സെക്ഷൻ എടുത്തു. എന്നിട്ട് ഹൊറിസോണ്ടൽ സെക്ഷൻസ് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് കണക്ട് ചെയ്യേണ്ട. അപ്പോൾ താഴത്തെ ഹെയർ ഷോർട്ടും മുകളിലത്തെ ഹെയർ ലെങ്ത് കൂടുതലുമായിരിക്കണം. നമ്മുടെ ഹെയർ ഭയങ്കര തിക്കും നല്ല വോളിയം ഉണ്ട്, സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഡയഗണലായിട്ട് വെച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ സിസർ പിടിച്ചിട്ട് പോയിന്റ് കട്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോർഷനാണ് ഈ ഒരു ബാക്ക് പോർഷൻ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളത്. ടോപ്പിലത്തെ ഹെയറും ബാക്കിലത്തെ ഹെയറും ഓക്സിപിറ്റലത്തെ ഹെയറും. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്രൗൺ പോർഷൻ, ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുക. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് വെർട്ടിക്കലായിട്ട് സെക്ഷൻസ് എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക ബാക്കിലത്തെ ഹെയർ. ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും അതുപോലെ തന്നെ നമ്മൾ ടോപ്പിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു വെർട്ടിക്കൽ സെക്ഷൻസ് എടുത്താൽ മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൈഡ് ലൈൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്യും. നമുക്ക് ആൾറെഡി കട്ട് ചെയ്ത ലെങ്ത്ത് കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ അധികം ഹെയർ കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അടുത്ത പ്രീവിയസ് സെക്ഷൻ കട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗൈഡ് ലൈൻ എഴുതാൻ നമ്മൾ കൺഫേം ചെയ്യണം. ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈഡ് ലൈൻ. കൊമ്പിനടിയിലുള്ള ഈ എക്സ്ട്രാ ഹെയർ ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്.
ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻ. അപ്പോൾ ഈ ഗൈഡ് ലൈൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ട്രാവലിംഗ് ഗൈഡ് ലൈൻ. ഇത് നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ ഈക്വൽ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, ഓരോ ഹെയറിന് അതിൻ്റേതായ രീതിയിൽ കട്ട് ചെയ്താലേ അത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റൈൽ ചെയ്താലേ അത് നമ്മുടെ ഫേസിന് മാച്ച് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഹെയർ കട്ട് ചെയ്താൽ സ്റ്റൈൽ ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ അടുത്ത കോഴ്സിൽ ജോയിൻ ചെയ്തോ. അതിന് വേണ്ടി മീര മാക്സിനെ കോൺടാക്ട് ചെയ്തോ.